കോയിപ്പുറത്ത് ദമ്പതികൾ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. പ്രതികളായ ജയേഷിനെയും രശ്മിയെയും കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നാളെ അപേക്ഷ സമർപ്പിക്കും. പ്രതി രശ്മിയുടെ ഫോണിൽ രശ്മിയും ആലപ്പുഴ സ്വദേശി യുവാവും വിവസ്ത്രരായി നിൽക്കുന്നത് ഉൾപ്പെടെ 5 വീഡിയോ ക്ലിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. CK അഭിലാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ പ്രതികൾ പോലീസുമായി സഹകരിക്കുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഇതിനോടകം പറയുന്നത്? ഇത് എന്ത് കാരണത്താലാണ് ഇരുവരെയും മർദ്ദിച്ചത്? വിശദ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കേരളത്തെ ആകെ ഞെട്ടിച്ച തുടർ പീഡനങ്ങളുടെ വലിയ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പ്രതികൾക്കെതിരെ മാറുക അവർ തന്നെ ചിത്രീകരിച്ച് മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളാണ്. ഇത്തരത്തിൽ രശ്മിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും 5 വീഡിയോ ക്ലിപ്പുകളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ മർദ്ദനമുറകൾ സംബന്ധിച്ച വീഡിയോകളാണ് കൂടുതലെങ്കിൽ മറ്റൊന്ന് സുപ്രധാനമായത് ആണ്. അത് ആലപ്പുഴ സ്വദേശിയായ 19-കാരനും രശ്മിയും വിവസ്ത്രരായി നിൽക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇത് ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവായി കൂടി മാറാനുള്ള സാധ്യതയാണ് പോലീസിൽ തന്നെയുള്ള ആളുകൾ നൽകുന്ന വിവരം. ഈ മാസം 1-ാം തീയതി ആണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ യുവാവിനെ ഇവിടേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് പോയി ആദ്യം സ്നേഹപൂർവ്വമുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തുകയും ശേഷം കെട്ടിത്തൂക്കി അടിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. 20,000 രൂപയാണ് നാട്ടിലേക്ക് എത്തുന്ന വഴിയിൽ ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. പ്രതികൾ ബലമായി ഈ പണം പിടിച്ചു വാങ്ങുകയും അവസാനം മർദ്ദനത്തിന് ശേഷം തിരികെ വിടുന്ന ഘട്ടത്തിൽ 1000 രൂപ തിരിച്ചു നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കേസിലെ മറ്റൊരു പരാതിക്കാരനായിട്ടുള്ള റാന്നി സ്വദേശി 30-കാരൻ അയാളും 1-ാം പ്രതിയായിട്ടുള്ള ജയേഷും തമ്മിൽ ദീർഘകാല പരിചയമാണുള്ളത്. ഏറെക്കുറെ 9 വർഷങ്ങൾക്ക് മുൻപ് ജയേഷിന്റെ രശ്മിയുടെയും വിവാഹം നടന്ന വേളയിൽ നിർണായക പങ്കുവഹിച്ച ആൾ കൂടിയാണ് റാന്നി സ്വദേശിയായിട്ടുള്ള പരാതിക്കാരൻ. ഇവർ അതായത് 19-കാരനും 30-കാരനുമായിട്ടുള്ള 2 പരാതിക്കാരും ജയേഷും ദീർഘകാലം ബാംഗ്ലൂരുവിൽ ഒരേ സ്ഥാപനത്തിൽ പാറമടയുമായി അനുബന്ധ തൊഴിൽ ഇടങ്ങളിൽ ജോലി ചെയ്ത ആളുകളാണ്. പിന്നീട് ജയേഷ് ആ ജോലി വിട്ട് നാട്ടിലേക്ക് വരികയായിരുന്നു. 19-കാരനായിട്ടുള്ള ആലപ്പുഴ സ്വദേശി ഇപ്പോഴും ബാംഗ്ലൂരുവിൽ ജോലി ചെയ്ത് വരുന്ന സ്ഥിതിയാണുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രതികൾ ഇരുവരും കാര്യമായ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. മറ്റൊന്ന്, ജയേഷിന്റെ ഫോൺ തുറക്കാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അതിന്റെ രഹസ്യ ആപ്പിൽ ചില നിർണായക ദൃശ്യങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ ഫോറൻസിക് സയൻസ് ലാബിലെ വിശദമായ പരിശോധനയിലൂടെയായിരിക്കും ഇത് സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ ലഭ്യമാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോയിപ്പുറം പോലീസ് ഇരു കേസുകളുടെയും പ്രാഥമികമായ നിരീക്ഷണമുണ്ട്. ഈ പ്രതികൾ ഇരുവരും ഒരു സൈക്കോ മനോനില ഉള്ളവരാണ് എന്ന്. ഇത് ഈ സൈക്കോ മനോനില ഉള്ളവരായതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ബുദ്ധിമുട്ടാവുന്നതാണോ? ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തതാണോ? അല്ലെങ്കിൽ ക്രിമിനൽ മനോഭാവമാണോ ഇവർക്കുള്ളത്? പ്രതികൾ 2 പേരുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ക്രിമിനൽ മനോഭാവത്തോടുകൂടി ജയേഷ് പ്രവർത്തിക്കുകയും ജയേഷിന്റെ ഒരു പരിധിവരെ ഭീഷണിക്ക് വഴങ്ങി രശ്മി പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അത്തരത്തിൽ അതായത് പ്രതികളെ മർദ്ദിക്കുന്നു, ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു, ചുരുക്കത്തിൽ അത് കണ്ട് ആഹ്ലാദിക്കുന്ന തരത്തിലേക്ക് മനോനില മാറുന്നു. ശരീരത്തിലേറ്റ മുറിവുകളിൽ അടക്കം പെപ്പർ സ്പ്രേ ചെയ്ത് ആഹ്ലാദം കണ്ടെത്തുന്ന തരത്തിലേക്ക് അവരുടെ മനോനില മാറി എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ പ്രത്യേക മനോനിലയുടെ ഉടമകളാണ് ഇരുവരും എന്ന് സ്ഥാപിക്കാൻ അവർ തന്നെ ചിത്രീകരിച്ച് മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകൾ മതിയാകും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തിരുവല്ല DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി 19-കാരൻ ആലപ്പുഴ സ്വദേശിയോട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. വിശദമായ മൊഴി രേഖപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം. മറ്റൊന്ന്, ഈ കേസിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതുകൂടി പരിശോധനയിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ള 2 പേർ കൂടാതെ മറ്റാരെങ്കിലും ഒക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ദുരനുഭവം ഇവരിൽ നിന്നും നേരിട്ടിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ കോൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ 6 മാസ കാലയളവിലെ ഇവരുടെ വിളി വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ഡേറ്റ പോലീസ് പരിശോധിക്കും. അങ്ങനെ ഇവർക്ക് ആരുമായി ഒക്കെ തന്നെ ബന്ധമുണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിൽ ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ അവർ കൂടി പരാതിക്കാരായി വരുന്ന ഘട്ടം നടത്തിയിട്ടുണ്ടോ? പരാതിക്കാരായ 2 പേർ, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 19-കാരൻ ആലപ്പുഴ സ്വദേശിയുടെ കൈവശമുണ്ടായിരുന്നത് 20,000 രൂപയാണ്. ആ തുക പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തന്നെ പിടിച്ചു വാങ്ങുകയും പോകാം നേരം 1000 രൂപ മടക്കി കൊടുക്കുകയും ചെയ്തു. സമാനം ആയ ദുരനുഭവം
30-കാരനായ പരാതിക്കാരനും ഉണ്ടായിട്ടുണ്ട്. അയാളുടെ ഒരു ഐഫോൺ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വാച്ച് നഷ്ടപ്പെട്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഭാവിയിൽ ഭീഷണിപ്പെടുത്താനുള്ള ഉപകരണമായ ദൃശ്യങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതികൾ ഇരുവരും കൊട്ടാരക്കര സബ് ജയിലിലാണുള്ളത്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കോയിപ്പുറം പോലീസ് നാളെ കോടതിയെ സമീപിക്കും. ശരി, സി കെ അഭിലാലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അതിക്രൂരമായ മർദ്ദനമാണ് യുവാക്കൾ നേരിടേണ്ടി വന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനനേന്ദ്രിയത്തിലടക്കം സ്റ്റാപ്ലർ പിന്നുകൾ തറച്ചു വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇരുവരും ഏതായാലും ക്രിമിനൽ മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ പദ്ധതിയിടുകയായിരുന്നു ചെയ്തത് എന്നാണ് ഏകദേശ ധാരണ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പോലീസാണ് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. എന്തൊക്കെയാണ് ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം കണ്ടെത്തേണ്ടത് പോലീസാണ്. പക്ഷേ അന്വേഷണവുമായി ഇരുവരും സഹകരിക്കുന്നില്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം.